ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാനാവാത്ത ഒരനുഭവമാണ് ഇന്നലെ ഉണ്ടായത്. ഞങ്ങൾ ഇന്നലെ അയർലൻഡിലെ ഡബ്ലിനിൽ ഉള്ള ട്രിനിറ്റി കോളേജ് സന്ദർശിച്ചു. എൻ്റെ സഹോദരൻ റേച്ചായനും മിനി ചേച്ചിയും ഒത്ത് അവർ ഞങ്ങളുമായി അവിടേക്ക് പോയതാണ്. സത്യത്തിൽ ഒരു ദിവസം കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വളരെ ശക്തമായ ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ കർത്താവിനെ സേവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സമർപ്പണം എന്താണ്? എനിക്കാഴമായ ഒരു ഡെഡിക്കേഷൻ, സമർപ്പണം ദൈവത്തോടുണ്ടോ? അതോ എൻ്റെ സമർപ്പണം മുഴുവൻ എന്നോട് തന്നെയാണ്? സത്യത്തിൽ ട്രിനിറ്റി കോളേജിലെ ബുക്ക് ഓഫ് കെൽസ് ആ കാഴ്ച എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തിയെന്നതിനപ്പുറം എന്നോട് തന്നെ ലജ്ജ തോന്നുന്ന ഒരു സ്ഥിതിയിലേക്ക് എന്നെ കൊണ്ടുപോയി എന്നതാണ് സത്യം. ഇന്ന് അതിനെപ്പറ്റി ഓർക്കുന്നു. ബുക്ക് ഓഫ് കെൽസ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇംഗ്ലണ്ടിലും മറ്റും പഴയ ബൈബിളിൻ്റെ വേദപുസ്തകത്തിൻ്റെ പഴയ കയ്യെഴുത്ത് പ്രതികൾ വെച്ചിട്ടുണ്ട് എന്ന് കേട്ട അറിവ് ഉള്ള സമയം മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ മാനുസ്ക്രിപ്റ്റ്സ്, ആ കയ്യെഴുത്ത് പ്രതികളൊന്ന് കാണാനൊരു അവസരം ഉണ്ടായാൽ. ഇന്നലെ ആ ഒരു അവസരം ഉണ്ടായി. AD 800 എഴുതിയ ബുക്ക് ഓഫ് കെൽസ്, അതിനെപ്പറ്റി ഉള്ള വിവരം ഏതാണ്ട് ഇങ്ങനെയാണ്: വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റിട്ടൺ ബുക്സ് ഇൻ ദ വേൾഡ്. കൈകൊണ്ടെഴുതിയ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പുസ്തകങ്ങളിൽ ഒന്ന്. It was produced around 800 AD by Christian monks and contains the 4 Gospels in Latin. Today it is preserved at Trinity College, Dublin. AD 800 ക്രിസ്ത്യൻ മങ്സ്, അതാണ് അത് ക്രിസ്റ്റഫർ ആണോ, അത് മാത്യു ആണോ, അത് രൂത്ത് ആണോ? നോ, അറിയില്ല. എബ്രായ ലേഖനത്തിൽ അറിയപ്പെടാത്ത ചില ശിഷ്യന്മാരെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. മറ്റു ചിലർ. എനിക്കിവിടെ ഒരു പരസ്യയോഗം നടത്തിയാലും എൻ്റെ പേര് വൈറലാണ്. 1000 പേര് കൂടുന്ന ഒരു ക്രൂസൈഡിൽ പ്രസംഗിച്ചാൽ ഞാൻ വലിയ ആളായി. ഞാനൊരു ചെറിയ പുസ്തകം എഴുതിയാൽ എന്തൊരാർഭാടമായാണ് പുസ്തകത്തിൻ്റെ പേരിനേക്കാൾ വലിയ അക്ഷരത്തിൽ അതിൽ അല്ലെങ്കിൽ അതുമൂലം എൻ്റെ പേര് വലുതാണ്. ഇതൊക്കെയല്ലേ എൻ്റെ ആഗ്രഹം. ഞാനൊരു 10 പേരെ സ്നാനപ്പെടുത്തിയാൽ പിന്നെ അതൊരു 100ആയി മാറിയാൽ പിന്നെ ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തിയാൽ പിന്നെ എൻ്റെ മട്ട് മാറുകയാണ്, എൻ്റെ ഭാവം മാറുകയാണ്, എൻ്റെ രീതി മാറുകയാണ്, എൻ്റെ പ്രൊഫൈൽ മാറുകയാണ്, എൻ്റെ ആഗ്രഹങ്ങൾ മാറുകയാണ്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുകയാണ് ക്രിസ്ത്യൻ മങ്സ്, പേരില്ലാത്ത ക്രിസ്തീയ സന്യാസി. ദ സ്റ്റോറി ഓഫ് ദ പെൻ, ഇങ്ക് ആൻഡ് പേപ്പർ. അവരുപയോഗിച്ച പേപ്പർ, മഷി, പേന, വെല്ലം, കാഫ് സ്കിൻ, അതായത് പശുവിൻ്റെ തോലിലാണ് അവർ എഴുതിയത്. It was written on vellum, a specially prepared calf skin. Hundreds of calf skins were carefully cleaned, stretched and polished to create smooth pages for writing. ഒരു തോലിൽ, ഒരു പശുവിൻ്റെ തോലിൽ എഴുതുക എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ പുസ്തകം പോലെ ആയിരിക്കുകയാണ്. അത് ഞങ്ങൾ ഇന്നലെ കണ്ടു. മറക്കാനാവില്ല. അതെ, അതിൻ്റെ ഒറിജിനൽ പുസ്തകം അവിടെ വെച്ചിരിക്കുകയാണ്. അത് കണ്ടാൽ ഒരു പേപ്പർ പോലെയാണ്. ഒരു പശു തോലിനെ ഒരു പേപ്പർ പോലെ ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ 1200 വർഷങ്ങൾക്ക് മുൻപ് ഉള്ള ടെക്നോളജിയിൽ അതിൻ്റെ പിന്നിലുള്ള അവരുടെ അധ്വാനം, അതായത് വെറും അധ്വാനമല്ല, അവരുടെ ക്രിയേറ്റിവിറ്റി മുഴുവൻ ഉപയോഗിച്ച് അവർ അതിനെ ഒരു കടലാസ് പോലെയാക്കി അതിലെഴുതുകയാണ്. അതായത് 680 പേജുകളാണ് ഇവിടെ ഈ 4 പുസ്തകങ്ങൾ എഴുതുവാൻ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. 680 പേജുകൾ. 4 Gospels.
ഈ 680 പേജുകളും ഈ പേരില്ലാത്ത ക്രിസ്തു ശിഷ്യന്മാർ. കർത്താവേ, പേരില്ലാത്ത ഒരു ശിഷ്യനാകാൻ എനിക്ക് എന്തെങ്കിലും കഴിയും? ഞാൻ ഈ ടെക്നോളജി മുഴുവൻ ഉപയോഗിച്ച് സത്യത്തിൽ യേശുവിന് പേരുണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് പേരുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, മറ്റാരോട് ഞാനെന്തിനാ ചോദിക്കുന്നത്? എൻ്റെ കണ്ണിലെ കോലെടുത്ത് കളഞ്ഞിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ കണ്ണിലെ ആ പൊടിയൊക്കെ മാറ്റാൻ? പേനയെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്, the monks wrote using quill pens usually made from large bird feathers such as goose or swan feathers. The tip was cut and shaped to produce the beautiful insular script seen throughout. എത്ര മനോഹരമായാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ, അത് എഴുതിയിരിക്കുകയല്ല, അത് ചിത്രപ്പണിയാണ്. ചിത്രപ്പണി അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അത് ഈ പക്ഷിയുടെ ആ ഫെദർ, അതിൻ്റെ ആ മൂർച്ചയൊക്കെ എത്ര വിദഗ്ധമായി ആ രീതിയിലാക്കി. ഞങ്ങളത് കണ്ടു. അവരുപയോഗിച്ചിരിക്കുന്ന അത്തരം തൂവലുകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇങ്കിനെ പറ്റി, മഷിയെ പറ്റി, മോസ്റ്റ് ഓഫ് ദി ടെക്സ്റ്റ് വാസ് റിട്ടൺ ഇൻ iron gall ink made from oak galls mixed with iron compounds. This ink was durable and produced dark clear lettering. ഈ 600-ലധികം പേജുകളിൽ മുഴുവൻ അവർ ഈ ഇങ്ക് ഉപയോഗിച്ച്, ഈ പക്ഷിത്തൂവൽ ഉപയോഗിച്ച് എഴുതിയിരിക്കുകയാണ്. എത്ര സൂക്ഷ്മമായ കഠിനാധ്വാനം, എത്ര നാളുകളിലെ കഠിനാധ്വാനം, എത്ര വലിയ സമർപ്പണം, എത്ര വലിയ ദർശനം. 1200 വർഷങ്ങൾ കഴിഞ്ഞും അത് കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്നു. മനോഹരമാണ്. അത് മനോഹരമല്ല, അത് അതിമനോഹരമാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ക്, അതവരുടെ മനസ്സാണ്, അതവരുടെ രക്തമാണ്, അതവരുടെ ശുശ്രൂഷയാണ്, അതവരുടെ ജീവനാണ്, അതവരുടെ സ്നേഹമാണ്. ദൈവത്തോടുള്ള അളക്കാൻ കഴിയാത്ത സ്നേഹം. ഇന്ന് എനിക്കെല്ലാം ഉണ്ട്, പക്ഷെങ്കിൽ ആ സ്നേഹമുണ്ട്, ആ ഒരു സമർപ്പണമുണ്ട്. യേശു പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ചത്തു. അവര് ചത്തു, ഞാൻ ജീവിക്കുകയാണ്. ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. ചാകുന്നില്ലെങ്കിൽ, വീഴുന്നില്ലെങ്കിൽ, എനിക്ക് വീഴാൻ ഇഷ്ടമില്ല, എനിക്ക് ഉയരാനാണ് ഇഷ്ടം, എനിക്ക് പറക്കാനാണ് ഇഷ്ടം. സ്വർഗത്തിലേക്കല്ല, അതിന് മുൻപ് ഇവിടെ ഇങ്ങനെ പറക്കുകയാണ്. ഞാൻ പറക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു പ്രസംഗം കേൾക്കുക. എൻ്റെ സ്നേഹിതനാണ്, ഞാൻ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പ്രസംഗിച്ച അവസാനം അദ്ദേഹം പറയണേ, ഞാൻ അവിടെ പോയി, ഇവിടെ പോയി, ഞാനിങ്ങനെ കർത്താവിലേക്ക് വന്നു, ഞാനിങ്ങനെ കൈവച്ചു, അദ്ദേഹം സൗഖ്യമായി. അവസാനം അദ്ദേഹം പറയാണ്, എനിക്കൊരു, നിങ്ങളിൽ ആരൊക്കെ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങളെല്ലാവരും എനിക്ക് $20 തരണം, എനിക്ക് $10 തന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ആയിരക്കണക്കിന് ആളുകളുണ്ടെന്ന് പറയുന്നു. കർത്താവ് വിളിച്ചിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന എനിക്ക് വേറൊരാളുടെ $20 ചോദിച്ചു മേടിക്കണം. ഇത് ബിസിനസ്സാണോ? ഇതാണോ സുവിശേഷ വേല? ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ആരോട് ചോദിക്കുകയല്ല. എൻ്റെ മനസ്സിലൊരു പ്രസംഗം നടത്തുമ്പോഴുള്ള ചിന്ത എന്താണ്? എന്ത് ചിന്തയാണ് എൻ്റെ മനസ്സിൽ? അവർ രക്ഷിക്കപ്പെടണമെന്നാണോ? അവർ കർത്താവിൽ വളരണമെന്നാണോ? അവർ സ്വർഗത്തിൽ കാണണമെന്നാണോ? അതോ എനിക്ക് പേര്, പ്രശസ്തി, പണം? എന്താണ് എൻ്റെ ചിന്ത? Colors and decoration, the magnificent illustrations were painted with pigments from minerals and plants. ആ പുസ്തകം കാണുമ്പോൾ അത് വരച്ച്, അത് ഓരോ പേജിലും അവർ ആ ലെറ്റേഴ്സ് അവർ വരയ്ക്കുകയാണ്. അതിൽ പല ചിത്രങ്ങളാണ്, അവരുടെ ഹൃദയത്തിലെ ചിത്രങ്ങളാണ്. അവരതിലൂടെ പലതും പ്രദർശിപ്പിക്കുകയാണ്. സിഗ്നിഫിക്കൻറ്റ്, അവർ സിംബോളിക്, അതിലൂടെ പല കാര്യങ്ങളും, പീക്കോക്ക്, മയിലിൻ്റെ ചിത്രം മുതൽ പല ചിത്രങ്ങളാണ്. അതിലൂടെ അവർ പലതും കൺവേ ചെയ്യുകയാണ്. വെറുതെ അങ്ങ് എഴുതി പോവുകയല്ല, ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കുക എന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നോ 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 അവർ ചെയ്തതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്തു. അതുകൊണ്ട് അവർക്ക് പേരില്ല. സത്യത്തിൽ ഇന്നു മുതൽ ഞാൻ എന്നോട് ചോദിക്കേണ്ട കാര്യം, എബി, നിനക്കൊരു പേരുണ്ടാക്കാനാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ വെറുതെയാണ്. ഇതെല്ലാം നീ വെള്ളത്തിൽ വരച്ച വര പോലെയുള്ളൂ. യേശു പറഞ്ഞു, ഒരുവൻ തന്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ നിത്യജീവനായി
സൂക്ഷിക്കും. സന്യാസിമാരെ, സ്വർഗത്തിൽ വരുമ്പോൾ എനിക്ക് നിങ്ങളെ കാണണം, എനിക്ക് നിങ്ങളെ കാണണം. നിങ്ങളുടെ ആ ഡെഡിക്കേഷൻ, നിങ്ങളുടെ ആ സമർപ്പണം, അത് സത്യത്തിൽ എന്നെ വളരെ വളരെ ചെറുതാക്കി കളയുകയാണ്, ലജ്ജിതനാക്കുകയാണ്. എങ്ങനെയാണ്? ബ്ലൂ ഫ്രം വുഡ്, വോഡ് ഓർ ഇൻഡിഗോ, യെല്ലോ ഫ്രം ഓർപ്പിമെന്റ്, റെഡ് ഫ്രം റെഡ് lead and organic sources, green from copper-based pigments. The monks laid colors to create the brilliant pages that still amaze visitors today. ആ പുസ്തകം കണ്ടാൽ ഏതോ ഒരു സ്വപ്ന ലോകത്തെത്തിയതുപോലെയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ദൈവത്തോടുള്ള സ്നേഹം. ഇന്നെനിക്ക് ഒരു ക്വയറ്റ് ടൈം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു അരമണിക്കൂർ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു ആകാഴികയാണ്. എനിക്കൊന്ന് ഓടണം, എനിക്കൊന്ന് പ്രസംഗിക്കണം, എനിക്കൊന്ന് അറിയണം, ആൾക്കാരെന്നെ ഒന്ന് അറിയാം, എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം, എന്നെ ഒന്ന് ഉയർത്തണം. ഈ മനുഷ്യരാരും അറിയാത്തയിടത്ത് മാസങ്ങൾ വർഷങ്ങൾ ഇരുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു മനോഹരമായ, നല്ല അതിമനോഹരമായ ദൈവത്തിൻ്റെ പുസ്തകം. സത്യത്തിൽ ഞാനാണ് ദൈവത്തിൻ്റെ പുസ്തകം. വില്യം കേറി, ഡേവിഡ് ലിവിങ്സ്റ്റൺ, അതെ, സാധു കൊച്ചുപദേശി, കുക്കു സാഹിബ്, ഇവരൊക്കെ ദൈവത്തിൻ്റെ പുസ്തകങ്ങളാണ്. അവരെ നമ്മൾ വായിക്കുകയാണ്, ഞാൻ വായിക്കുകയാണ്. ഞാനും ദൈവത്തിൻ്റെ ഒരു പുസ്തകമാണ്. എത്ര നാൾ വായിക്കും? എത്ര നാൾ ഇതിന്? എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ആ ഓർമ്മകൾക്ക് എത്ര നാളത്തെ ആയുസ്സുണ്ടായിരിക്കും? സ്വർഗത്തിൽ എന്നെപ്പറ്റി എഴുതുന്നത് എന്തൊക്കെയായിരിക്കും? ദൈവമേ, എന്നെ സഹായിക്കണമേ. The book of Kells reminds us of the devotion of early Christians. ആ നാളുകളിലെ ക്രിസ്തു ശിഷ്യന്മാരുടെ സമർപ്പണത്തെ പറ്റിയുള്ള സമർപ്പണത്തിൻ്റെ ജീവിക്കുന്ന ഓർമ്മകൾ. Illustration. Monks spent years preparing skins, making inks, copying scriptures and decorating pages, not for fame but to honor God's word. വർഷങ്ങളാണ് ആ തുകലുകൾക്ക് പിന്നിൽ ആ മഷി ഉണ്ടാക്കുന്നതിനായി, ആ പേനയുണ്ടാക്കുന്നതിനായി ഒക്കെ അവർ ചിലവഴിച്ചത് വർഷങ്ങളാണ്. അതിനിടയ്ക്ക് പലരും മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. തങ്ങളെ ഉയർത്തുവാൻ വേണ്ടിയല്ല യേശു ഉയർത്തി. അതുകൊണ്ട് 1200 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നലെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയത്തെ ഇടിക്കുകയാണ്. ഇതെന്താണ് ഈ കണ്ടത്? ഇന്നും ഇപ്പോഴും അതൊന്ന് മനസ്സിലാക്കുവാൻ, ഒന്ന് ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ ഒരു വലിയ കാര്യം. എനിക്കെന്നോട് പറയാനുള്ളത് ഇതാണ്: ഡിവോഷൻ ടു ഗോഡ്, നോട്ട് ഡിവോഷൻ ടു സെൽഫ്. ലോകത്തോടുള്ള ഡിവോഷൻ അല്ല, സ്വയത്തോടുള്ള ഡിവോഷൻ അല്ല, സമർപ്പണമല്ല, ദൈവത്തോടുള്ള ഡിവോഷൻ. അതാണ് നിലനിൽക്കുന്നത്. ലോകത്തിലെല്ലാവർക്കും സ്വയത്തോട് ഡിവോഷനുണ്ട്, സമർപ്പണം. ഒരു ആവറേജ് ക്രിസ്ത്യാനിക്ക് തൻ്റെ ആ ലോക്കൽ സഭയോടും തൻ്റെ കുടുംബത്തോടും ഒക്കെ ഡിവോഷനുണ്ട്, സമർപ്പണം. പക്ഷെ ദൈവം എന്നെ വിളിക്കുന്നത്, നമ്മളെ വിളിക്കുന്നത് ദൈവത്തോടുള്ള ഒരു ഉദാത്തമായ ഒരു സമർപ്പണം. അതിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ദൈവമുള്ളവരെ, ഈ ശിഷ്യന്മാർ, അവർക്ക് പേരില്ല, പക്ഷെ അവർ എന്നെയും നിങ്ങളെയും സത്യത്തിൽ എന്താണ് സമർപ്പണം, എന്താണ് യഥാർത്ഥ സമർപ്പണം, എന്താണ് നിലനിൽക്കുന്ന സമർപ്പണം, എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന സമർപ്പണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിലേക്ക് നമുക്ക് നടന്നെടുക്കാം. അതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നം, നമ്മുടെ ലക്ഷ്യം. ഈ ലോകത്തിൽ ആരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും ലോകം ദൈവത്തെ അറിയട്ടെ.
നമ്മൾ ദൈവത്തിൻ്റെ പുസ്തകങ്ങളാകട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ പുസ്തകം എഴുതാം നമ്മുടെ ജീവിതത്തിലൂടെ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവമേ, എന്നെ സഹായിക്കട്ടെ.